മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളോട് ആകാശ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോടെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ബ്രോ, നമുക്ക് ബാഴ്സയുടെ സൈഡിൽ തന്നെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. മയോർക്കെതിരെ 3-0 ജയം, കുറച്ച് റെഡ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സീസണിലെ ആദ്യത്തെ പെർഫോമൻസ് ബ്രോ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ പോസിറ്റീവ് തന്നെയാണ്. കാരണം 3-0 വിക്ടറി, കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. ഒന്ന് ഫെറാൻഡോർസ് ഗോൾ സ്കോർ ചെയ്തത്, പിന്നെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ളത് റാഫിനിക്ക് റെഡ് കാർഡ് കൊടുക്കാത്ത ഇടിച്ചത്. രണ്ട് കോൺട്രവേഴ്സി ഒഴിച്ചത്. ആ ഒരു കോൺട്രവേഴ്സി ആണെങ്കിൽ പിന്നെ ബാർസലോണ ഫുള്ളി കമ്മിറ്റഡ് അല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നിന്ന് ഫ്ലിക്ക് തന്നെ വന്നു പറഞ്ഞു. സോ കോച്ച് തന്നെ പബ്ലിക്കലി വന്നിട്ട് ടീമിനെ അഗേൻസ്റ്റ് തുറന്നടിച്ചൊരു മാച്ചാണ്. സോ ആസ് എ ഫാൻ 3 points ആയിട്ട് തുടങ്ങി ഫസ്റ്റ് മാച്ച് ഓഫ് ദ സീസൺ, കുഴപ്പമില്ല. പക്ഷെ കോച്ച് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പെർഫോമൻസിൽ. മേ ബി ഇന്റൻസിറ്റി കുറച്ച് ഡൗൺ ആയിരുന്നു, മേ ബി അതായിരിക്കാം കാരണം. പക്ഷെ 3-0 വിക്ടറി. അവർ 9 പേരെ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഡിഫൻസീവ്ലി ടെസ്റ്റഡ് ആയിരുന്നില്ല. അതൊരു വെർഡിക്റ്റ് എടുക്കാൻ പറ്റത്തില്ല ഈ മാച്ചിൽ എന്താണെന്നുള്ള കാര്യത്തിൽ. സോ 3 points കിട്ടിയാൽ ഹാപ്പി. അത്ര ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്, വേറൊന്നും പറഞ്ഞാൽ ശരിയാണ് ബ്രോ. അപ്പോ റഫീനയുടെ ഗോൾ വന്നു, യമാലിന്റെ ഗോൾ വന്നു. അപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് സ്കോർ ഷീറ്റിൽ എത്തിയത് സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ പുതിയ സീസണിൽ. അതെ, അതാണ് നമുക്ക് വേണ്ടത്. റഫീന, ഫെറാൻഡോർസ് ഈ സീസൺ ലെവൻഡോസ്കിയെക്കാളും മേ ബി മിനിച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ് ഫെറാൻഡോർസ്. സോ സ്ട്രൈക്കിംഗ് റോളിലോട്ട് പറയാൻ പറ്റത്തില്ല. ലെവൻഡോസ്കി ഫിറ്റായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഫെറാൻഡോർസ് ഇവൻ ഇപ്പൊ ലെവൻഡോസ്കിനെ ബെഞ്ച് ചെയ്യുന്ന മാച്ചുകളിൽ ലെവൻഡോസ്കിക്ക് പകരം ഫെറാൻഡോർസിനെ ഇറക്കിയാലും ഇമ്പാക്ട് ഉണ്ടാക്കാത്ത ഒരു വിശ്വാസം ലാസ്റ്റ് സീസൺ എൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസത്തെ മാച്ചിലും ആളൊരു സൂപ്പർ, ആ ഒരു ഗോളിൽ ഒരു ഇഷ്യൂ ഉണ്ട്, ആ സ്റ്റോപ്പ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഔട്ട്സൈഡ് ദ ബോക്സിൽ കിടിലൻ ഫിനിഷ് ആണ് നടത്തിയിട്ടുണ്ട്. സോ അതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റഫീന ആൻഡ് യമാൽ കണ്ടിന്യൂ ചെയ്യണം. അതോടൊപ്പം തന്നെ ഫെറാൻഡോറസ് ഈ സീസൺ കഴിഞ്ഞ സീസൺ കളിച്ച ആ സെയിം കോൺഫിഡൻസ് കളിച്ചാലേ ഞങ്ങൾക്ക് ഈ സീസൺ കപ്സ് പൊക്കാൻ പറ്റും. അതെ, ഞാനൊന്ന് പ്രീമിയർ ലീഗിലേക്ക് വരുവാണ് ബ്രോ. ലിവർപൂള് കുഴപ്പമില്ലാത്ത സ്റ്റാർട്ടായിരുന്നു, പക്ഷെ അവരുടെ ഡിഫൻസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി പ്രീ സീസണിൽ നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചോ പ്രീ സീസണല്ലേ കുഴപ്പമില്ല, പക്ഷേ ബോൺമൗത്തിനെതിരെയുള്ള മത്സരത്തിലും അവർ 2-0 ലീഡ് പോയി, 2 കൺസീഡ് ചെയ്തു, പക്ഷെ ജയിച്ചു. ആ ഡിഫൻസിൽ എന്തെങ്കിലും ബ്രോഡ് അഭിപ്രായത്തിൽ സെറ്റ് പീസ്, എസ്പെഷ്യലി കൗണ്ടറിന്റെ സിറ്റുവേഷൻ, ഒരുപാട് കൺഫ്യൂഷൻ കാണുന്നുണ്ട്. എന്താണ് ബ്രോഡ് അഭിപ്രായത്തിൽ പ്രശ്നം? എന്റെ അഭിപ്രായത്തിൽ ഡിഫൻസീവ് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ കെർക്കസും ഫ്രിംപോങ്ങും വന്നിട്ടുണ്ട്. പ്രീ സീസൺ ക്രിസ്റ്റൽ പാലസ് മാച്ചും ലാസ്റ്റ് മാച്ചിലോ കണ്ടതാണ്. ഫ്രിംപോങ്ങിനും കെർക്കസിനും അത്യാവശ്യം നല്ല രീതിയിൽ പുഷുവാണ്. വിത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നല്ലപോലെ യൂസ് ചെയ്യുവാണ്. ആൻഡ് ഫ്രിംപോങ്ങിന്റെ റിക്കവറി പേസും കെർക്കസിന്റെ റിക്കവറി പേസും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയുണ്ട്. പക്ഷെ എനിക്ക് ലിവർപൂളിന്റെ ആ ഒരു കോർ പ്ലെയർ ഗ്രാവംബർഗ്, മക്കലിസ്റ്റർ, സബോസ്ല, ആ മിഡ്ഫീൽഡ് 3 അവരിപ്പം പ്രീ സീസണിലാണ്, ഇപ്പൊ ക്രിസ്റ്റൽ പാലസ് മാച്ചിലാണ്, കഴിഞ്ഞ മാച്ചിലൊക്കെ ആണെങ്കിലും മക്കലിസ്റ്റർ, ഗ്രാംബർഗ്, സബോസ്ല ഈ 3 പേരെ അറ്റ് ദ സെയിം ടൈം പിച്ചിൽ ഇറക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് അവരുടെ കോർ. സോ അടുത്ത മാച്ചിൽ ഗ്രാംബർഗ് സസ്പെൻഷൻ മാറി വരും. സോ ഐ തിങ്ക് ഗ്രാംബർഗ്, മക്കലിസ്റ്റർ, സബോസ്ല മേ ബി ഫ്രണ്ടിൽ നിന്ന് കോടി ഗ്യാക്കോനെ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യാം. ഫ്ലോറിൻ പിച്ചിനെ മേ ബി അവിടെ ഇടാം. സോ മേ ബി ഒരു പ്ലെയറിനെ അപ്പ് ഫ്രണ്ടിൽ നിന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നി ഇപ്പൊ ലാസ്റ്റ് സീസൺ ലിവർപൂൾ സലയുടെ ഗോൾസും മറ്റും എല്ലാം വൈറ്റിലായിരുന്നു. വാണ്ടേക്ക് ഡിഫൻസീവ്ലി, കൊറാട്ടെ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ അവരുടെ കോർ എന്തായാലും ഗ്രാംബർ, മക്കലിസ്റ്റർ, സബോസ്ല ഇറങ്ങുന്ന മിഡ്ഫീൽഡ് 3 അവരുടെ റൊട്ടേഷൻ അഥവാ അവരുടെ മൂവ്മെന്റ്സ് അഥവാ അവർക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. സബോസ്ല ഒരു എഞ്ചിനാണ്. പുള്ളിനെ അവിടെ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. പുള്ളി ഒരു എഞ്ചിനാണ്. അവരുടെ ഡിഫൻസീവ്ലി ഈ സോ വൈറ്റൽ. അതുപോലെ മക്കലിസ്റ്റർ നമുക്കറിയാം ഗെയിം കൺട്രോൾ ആണ്. ഗ്രാംബർഗ് ആണ് ഇവന്തോ ആ ടീമിൽ ഒരു നാച്ചുറൽ നമ്പർ 6 ആരാന്ന് ചോദിച്ചാൽ ഗ്രാംബർഗ് ആണ്. സോ ഒരു നാച്ചുറൽ നമ്പർ 6 ഇല്ലാത്ത ഡെഫിനറ്റ്ലി ഡിഫൻസീവ് ട്രാൻസിഷനിൽ ലിവർപൂളിനെ ഹേർട്ട് ചെയ്യുന്നതിനെയും പിന്നെ എക്സ്ട്രാ അഗ്രസീവ് ഒഫൻസീവ് സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് ഒരു വിംഗ് ബാക്സിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ സ്പേസസ് കിട്ടും. ബട്ട് ഐ തിങ്ക് ഗ്രാംബർഗ് കമ്മിങ് ബാക്ക് ഇൻ ടു ദ മിഡ്ഫീൽഡ്, ആ മിഡ്ഫീൽഡ് 3 അവർ മാറുക വഴി ഐ തിങ്ക് കുറച്ചുകൂടെ ബാലൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബ്രോ പുതിയ സീസൺ അല്ലേ, കെർക്കസ്, ഫ്രിംപോങ്, ഫ്ലോറിയൻ മിച്ച്, എക്കിറ്റിക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം പുതിയ പ്ലേയേഴ്സ് ആണ്. സോ അവർക്കെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ടൈം എടുക്കും. സോ അതൊന്നും വറീഡല്ല. ഇവന്തോ പെർഫോമൻസ് കുറച്ച് വറി കാണിച്ചെങ്കിലും 3 points at the end കിട്ടി. അതാണല്ലോ ഇമ്പോർട്ടന്റ്. സോ ഒരു 5-6 മാച്ചുകൾ കഴിഞ്ഞിട്ടും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് എ വറിയിങ് സൈൻ. പക്ഷെ റൈറ്റ് നൗ സ്റ്റാർട്ട് 3 points കിട്ടി. ഗ്രാംബർഗ് കമ്മിങ് ബാക്ക്, ആ മിഡ്ഫീൽഡ് 3 അവർ മാറാൻ വഴി ടു ആൻ എക്സ്റ്റെന്റ് വിൽ ബി ഓക്കെ എന്നൊരു ഫീൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ ലൂയിസ് ഡിയാസും അതുപോലെ തന്നെ ഡാർവിൻ ന്യൂനസിന്റെ ലെവൽ ഓഫ് പ്രസിംഗ് ഇന്റൻസിറ്റി എക്കിറ്റിക്കും ഫ്ലോറിൻ മിച്ചിന്റെ കയ്യിൽ കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഓഫ് ദ ബോൾ അത് നമുക്കറിയത്തില്ല. സോ മേ ബി അവരുടെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനെ ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ കൊണ്ട് മറികടക്കാനായിട്ട് നോക്കുമായിരിക്കും. ഓക്കെ ബ്രോ, അപ്പോൾ ഞാനൊന്ന് ചെൽസിയുടെ മാച്ചിലേക്ക് പോവാണ് ബ്രോ. വാറ് വീണ്ടും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറച്ച് കോളൊക്കെ എടുക്കുന്നത്. കോൺട്രവേഴ്ഷ്യൽ അല്ല, ഓൺ ദ ബുക്ക് ഓക്കെ ആണ്, പക്ഷെ കൺസിസ്റ്റൻസി ഇല്ല. ഇതുപോലുള്ള ഇൻസിഡൻസ് നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ സീസൺ ഉണ്ടായിട്ടുണ്ട്, അതിന് മുമ്പത്തെ സീസൺ ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ വാർ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വിളിച്ചണോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഓക്കെ, ചില സമയത്ത് ഇല്ല. എസ്എയുടെ ഗോള് ബ്രോയുടെ അഭിപ്രായത്തിൽ സ്റ്റാൻഡ് ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതൊരു ഹാർഷ് കോൾ ആണ്. പക്ഷെ റൂൾ ബുക്ക് പറയുന്നത് എന്താണ്? 1 മീറ്റർ അകലെ. ഇപ്പൊ ഒപ്പോണന്റ് ടീം ഒരു വോള് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ 3 പ്ലേയേഴ്സ് അതിക്കുള്ള ഒരു വോള് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ അറ്റാക്കിംഗ് സൈഡ്, അതായത് ഫ്രീ കിക്ക് എടുക്കുന്ന ടീമിന്റെ പ്ലെയർ അറ്റ്ലീസ്റ്റ് 1 മീറ്റർ ഡിസ്റ്റൻസിലേലും ആ വോളിൽ നിന്ന് നിൽക്കണം. ക്ലിയർലി ഗെയ് 1 മീറ്റർ ഡിസ്റ്റൻസിലല്ല അവിടെ നിൽക്കുന്നത്, അവിടെ കൈസറിനെ പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഇഷ്ടം പോലെ നമ്മൾ ഇതിനു മുമ്പ് അതെ, കണ്ടിട്ടുണ്ട്. സോ ആ റൂള് മാറ്റാതെ നമുക്ക് റെഫറിനെ കുറ്റം പറയാൻ പറ്റില്ല. മേ ബി ഇതിനു മുമ്പ് വിളിക്കാൻ എന്താന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പുള്ളി റൂൾസിലുള്ള എന്താണോ അതാണ് അവിടെ പോയി ഇംപ്ലിമെന്റ് ചെയ്തത്. സോ അതുകൊണ്ട് റൂൾ ബുക്കിലുള്ള പോളിസി മാറ്റാതെ റെഫറിനെ കുറ്റം പറയാൻ ആ കാര്യത്തിൽ ഇതില്ല. ഐ തിങ്ക് ക്രിസ്റ്റൽ പാലസ് കുറച്ച് ഹാർഷായി തോന്നിക്കാണും ആ മാച്ചില്. ഓവറോൾ ക്രിസ്റ്റൽ പാലസ് ഫസ്റ്റ് ഹാഫിൽ നല്ലപോലെ കളിച്ചിരുന്നു. ചെൽസി കുറച്ച് സ്ലോ ആയിരുന്നു പോലെ തോന്നി. പിന്നെ നമുക്കറിയാം ഗ്ലാസ്റ്ററിന്റെ സൈഡ് സീരിയസ്ലി ഒരു സൂപ്പർ ടീമാണ്. അവരെ തോപ്പിക്കുക എന്ന് അതെ. പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഐ തിങ്ക് സെക്കൻഡ് ഹാഫിൽ ചെൽസിക്ക് ജയിക്കാൻ സാന്റോസിനാണേലും ബെഞ്ചിൽ ഒരുപാട് ഇറങ്ങിയ ചാൻസ് ഉണ്ടായിരുന്നു. സ്റ്റാബിലിനാണെങ്കിലും നല്ല 2 ചാൻസ് കിട്ടിയാണ്. വേണേ അവർക്ക് ജയിക്കായിരുന്നു. പക്ഷെ അറ്റ് ദ എൻഡ് 0-0 ഒരു ഫെയർ റിസൾട്ട്. ഇവൻ ചെൽസി ഫാൻസ് ടു മച്ച് വറീഡ് ആയിരിക്കത്തില്ല. ഡിഫൻസീവ്ലി ചെൽസി അത്യാവശ്യം സോൾഡ് ആയിരുന്നു. അവർക്ക് അപ്പുറത്ത് ഇഷ്ടംപോലെ ചാൻസുകളോ മറ്റോ ഒന്നും കിട്ടിയില്ല. ഡിഫൻസീവ്ലി സോൾഡ് ആയിട്ട് തന്നെ കളി. അച്ചമ്പിയോങ്ങും ചറബോയും കുഴപ്പമില്ലായിരുന്നു. എസ്പെഷ്യലി അച്ചമ്പിയോങ് ഫസ്റ്റ് ഹാഫ് റിയലി ഇംപ്രസീവ് ആയിരുന്നു. 5 ഔട്ട് ഓഫ് 5 ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്തു. സെക്കൻഡ് ഹാഫിലും മോശമല്ലായിരുന്നു. മിഡ്ഫീൽഡ് ഇപ്പൊ പാൾമർ, ഗിറ്റൻസ്, എൻസോ ഇവര് 3 പേരും ബിറ്റ് ഓഫ് ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ. അത് ക്ലിയർലി ഒഫൻസീവ് ആയി കാണാനുണ്ടായിരുന്നു. എസ്താവി ഇറങ്ങിയതിനു ശേഷം കുറച്ചുകൂടി ഒരു സ്പാർക്ക് കണ്ടു. അതുപോലെ ജോബ് പെട്രോയും ഓഫ് ആയിരുന്നു. പെട്രോനെറ്റോയും അതുപോലെ തന്നെ കൈസേഡോയും ലുക്ക് ഗുഡ്. സോ മേ ബി ആസ് എ ടീം എല്ലാവരും കൂടെ ഒന്ന് ജെല്ലായി സെറ്റായി വരും. സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും. ടു മച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല ചെൽസിയുടെ പെർഫോമൻസിൽ. അതെ. ഞാനൊന്ന് യുണൈറ്റഡ് ആർസണൽ മാച്ചിലേക്ക് പോവാണ്. ബ്രോ കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് യുണൈറ്റഡ് സൈഡിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ സീസണൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതെന്ത് കളിയാണ്, ഇവരെന്താണ് കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു പെർഫോമൻസിന് നമുക്ക് അധികം കുറ്റം പറയാൻ പറ്റില്ല. അവർ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ആ ഫിനിഷിങ്ങിൽ കുറച്ച് എനർജി ഒക്കെ വന്നിട്ടുണ്ട്. പ്ലേയേഴ്സ് പ്രസ് ചെയ്യാൻ തുടങ്ങി. പാട്രിക് ഡോർഗുണ്ടൊക്കെ ഇമ്പാക്ട് എനിക്ക് തോന്നുന്നു നന്നായിട്ട് കാണുന്നുണ്ട്. 1-0 തോറ്റെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് പോസിറ്റീവ്സ് യുണൈറ്റഡിന് ആ മാച്ചിൽ നോക്കിയാൽ കിട്ടും. അവർക്ക് അടുത്ത മത്സരത്തിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഡിഫെൻസീവ്ലി സോളിഡ് ആയിരുന്നു. പക്ഷേ ഒരുപാട് ചാൻസ് ഒന്നും ആർസണൽ ആ മാച്ചിൽ ക്രിയേറ്റ് ചെയ്തുമില്ല. ബ്രോയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നോക്കുന്നത്? ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. ആർസണൽ ഇപ്പൊ നമ്മൾ ആർസണലിൽ തുടങ്ങുവാണെങ്കിൽ ഫസ്റ്റ് മാച്ച് ഓഫ് ദ സീസൺ ആണ്, എവേ അറ്റ് ഓൾഡ് ട്രാഫോർഡ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ലാസ്റ്റ് സീസൺ ചില മാച്ചുകളിൽ കണ്ട പോലെ തന്നെ ഇപ്പൊ ലീഗില് ആ ടീമിന്റെ ഒഡിഗാർഡ്, സുബിമെൻഡി, ഡെക്ലാൻ റൈസ് അതാണ് അവരുടെ മിഡ്ഫീൽഡ്. ഇപ്പുറത്ത് മേസൺ മൗണ്ട് ടെക്നിക്കലി ഒരു മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിച്ചത്. ഹി ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. മേസൺ മൗണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ്, കസമിർ അവർക്ക് 61% പൊസിഷൻ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതെ. സുബിമെൻഡി, ഡെക്ലാൻ റൈസ്, ഒഡിഗാർഡ് ആണ്. അവര് ഒപ്പോസിഷൻ ഹാഫില് എങ്ങാണ്ട് ഇവരെക്കാൾ 100 പാസുകൾ കൂടുതൽ കംപ്ലീറ്റ് ചെയ്തു. ഏതാണ്ട് 197, ഇവർക്ക് 110. അതെ, 87 പാസുകളോളം കൂടുതൽ കംപ്ലീറ്റ് ചെയ്തു. യുണൈറ്റഡ് നമ്മൾ പറയുന്ന പോലെ ഓക്കെ ചുമ്മാ ഒരു പെർഫോമൻസ് എടുത്ത് ഇംപ്രസ് ചെയ്തു എന്നല്ല, അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓൺ ദ ബോൾ ഡോമിനേറ്റ് ചെയ്തു. അതെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതെ. ബെറ്റർ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. അത്യാവശ്യം കുഞ്ഞയുടെ കിട്ടില്ല പെർഫോമൻസ് കുഞ്ഞയുടെ പറയാതിരിക്കാൻ വയ്യ. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രയൻ എംബുമോ, കുൻഹോ രണ്ടുപേരും ബോൾ ഹോൾഡ് ചെയ്യാനായിട്ട് എക്സ്പേർട്സ് ആണ്. എത്ര പ്രഷർ വന്നാലും അവരെ ബോൾ കീപ്പ് ചെയ്യാൻ എക്സ്പേർട്സ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മാൻ യുണൈറ്റഡിന്റെ കൈനസ് ഇപ്പം ഏറ്റവും പോസിറ്റീവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ചിൽ എന്താണെന്ന് വെച്ചാൽ ചാൻസുകൾ ക്രിയേഷനും എല്ലാം പറയണം. പക്ഷെ അതിനേക്കാൾ ഒരു ഡിഫൻസീവ് ട്രാൻസിഷനിൽ അവർ ഡിഫെൻഡ് ചെയ്ത രീതി അതാണ് ഏറ്റവും പോസിറ്റീവ്. മാൻ യുണൈറ്റഡിനും പല സിറ്റിക്ക് എപ്പോഴും ഉള്ള ഒരു ഇഷ്യൂ ആണ്. മാൻ യുണൈറ്റഡിന്റെ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്ന വളരെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്താണ്? ഡിഫൻസീവ് ട്രാൻസിഷനിൽ ഹിറ്റ് ആവും. മാൻ യുണൈറ്റഡ് ഫൈനൽ തേർഡ് വെച്ച് ബോൾ യൂസ് ചെയ്തിട്ട് ഡിഫൻസീവ് ട്രാൻസിഷൻ 2 vs 3 സിറ്റുവേഷൻ കഴിഞ്ഞ മാച്ചിലും ഉണ്ടായിരുന്നു. പലപ്പോഴും മാൻ യുണൈറ്റഡ് ഡിഫൻഡേഴ്സ് കയറി കമ്മിറ്റ് ചെയ്യും, സെൻട്രൽ ഏരിയാസിലെ സ്പേസസ് ഓപ്പൺ അപ്പ് ആക്കി റൺ നടത്താനായിട്ട് ഈസിയർ ആക്കി കൊടുക്കും. അതേ സമയത്ത് ഇപ്പോൾ ലിവർപൂളിലൊക്കെ കാണാനുള്ള പോലെ പ്രോപ്പർ ആയിട്ട് ഹോൾഡ് ചെയ്ത് ആ സെൻട്രൽ ഏരിയാസിലുള്ള സ്പേസസ് ട്രാൻസിഷനിൽ ബ്ലോക്ക് ചെയ്യുകയും 2 പ്ലേയേഴ്സ് വെച്ച് ഉള്ളു അവർ 3-4 ഉണ്ടെങ്കിലും അവരെ വൈഡ് ഏരിയാസിലോട്ട് ഫോഴ്സ് ചെയ്തു. അങ്ങനത്തെ കുറെ സിറ്റുവേഷൻ ത്രൂ ഔട്ട് ദ മാച്ച് ഉണ്ട്. വൈഡ് ഏരിയാസിലോട്ട് കൺസിസ്റ്റന്റ്ലി ഫോഴ്സ് ചെയ്തു. സോ വൈഡ് ഏരിയാസിൽ നല്ലൊരു ക്രോസ് വന്ന് ഫിനിഷ് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷെ എന്നാലും വൈഡ് ഏരിയാസിലോട്ട് ഫോഴ്സ് ചെയ്താൽ ആ ഒരു ചാൻസ് ക്രിയേഷന്റെ ആ ഒരു എക്സ്ജിയുടെ ചാൻസ് കുറയുകയാണ്. സോ അതുകൊണ്ട് ആ വൈഡ് ഏരിയാസിലോട്ട് മാക്സിമം ഫോഴ്സ് ചെയ്ത് പോയി ആ ടൈമും കൊടുത്തു. ഇപ്പൊ കസമീറോയ്ക്കൊക്കെ ആണെങ്കിലും ബ്രൂണോയ്ക്കാണെങ്കിലും ബാക്ക് ചെയ്ത് വന്ന് ബോൾ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമും കൊടുത്തു. സോ മാൻ യുണൈറ്റഡ് ഡിഫൻസീവ് ട്രാൻസിഷനിൽ ഡിഫെൻഡ് ചെയ്ത രീതിയാണ് ആ മാച്ചിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്കമിങ് മാച്ചസിൽ അവർ അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യുവാണെങ്കിൽ മാൻ യുണൈറ്റഡിന്റെ ഒരു 50% പ്രോബ്ലം സോർട്ടഡ് ഔട്ട് ആയെന്ന് ഞാൻ പറയും ഡിഫൻസീവ്.
ഒഫൻസീവ്ലി പിന്നെ ഗോൾസോടെ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങിയ ദാറ്റ്സ് ഗോയിങ് ടു ബി ഗെയിം ചേഞ്ചർ. മാൻ യുണൈറ്റഡ് കഴിഞ്ഞ മാച്ചിൽ എല്ലാവരും നന്നായിട്ട് കളിച്ചു, പക്ഷെ ഡെസ്പറേറ്റ്ലി ഒരു ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡർ ബലേബ സ്റ്റില്ലർ ടൈപ്പ് ഓഫ് പ്രൊഫൈലിനെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പലപ്പോഴും സെൻട്രൽ ഏരിയാസിൽ ബോളുമായിട്ട് ഡിമാൻഡ് ചെയ്യാനായിട്ട് ഒരു മിഡ്ഫീൽഡർ ആ ടീമിൽ ഇല്ലാതായി. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ആർസണൽ ഇത്രയും കംഫർട്ടബിൾ ഡിഫെൻഡ് ചെയ്യത്തില്ലായിരുന്നു ഞാൻ എടുത്തു പറയാം. കാരണം യുണൈറ്റഡ് ഒരു പരിധിവരെ മാച്ച് ഡോമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം ആ മിഡ്ഫീൽഡിൽ ഒരു ജനറലോട് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആർസണൽ സെന്റർ ബാക്സ് എസ്പെഷ്യലി മത്തേസ് കുൻഹയിലും ബ്രയൻ എംബൂമയിലും നമ്പേഴ്സ് വെച്ച് അവർ ഡിഫെൻഡ് ചെയ്ത് കുറയ്ക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അതൊരു ഗെയിം ചേഞ്ചർ ആയാനെ. അപ്കമിങ് ഒരു ഗെയിം ചേഞ്ചർ ആയാലും എസ്പെഷ്യലി സെൻട്രൽ ഏരിയാസിലെ കൂടുതൽ സ്പേസ് ഓപ്പൺ ആയ. അതുപോലെ തന്നെ ഒരു ഗോൾ കീപ്പർ സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് ഒരു സോർട്ട് ഔട്ട് ചെയ്യാൻ ഐ തിങ്ക് ഒരു പ്രോപ്പർ DMF ഭയങ്കരാണോ ആ ഗോൾ ഷുഡ് ഹാവ് ബീൻ സീറോ. ഒന്ന് അനാവശ്യമായിട്ട് ബ്രൂണോ കൺസീഡ് ചെയ്തൊരു കോർണർ ആണ് അത്. ഒരു പ്രഷറും ഇല്ലാതെ അനാവശ്യമായിട്ട് കൺസീഡ് ചെയ്ത കോർണർ ആണ്. രണ്ടാമത്തെ കാര്യം ഭയങ്കര ഷുഡ് ഹാവ് ഡൺ ബെറ്റർ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതല്ലാതെ ലാസ്റ്റ് മൊമെന്റ് സാക്കയുടെ ഒരു ഷോട്ട് ഡിലിറ്റ് ബ്ലോക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. അല്ല ആർസണൽ കാര്യമായിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത മാച്ചിൽ ഓർക്കുന്നില്ല. യുണൈറ്റഡ് ഫാൻസ് വിൽ ബി ഹാപ്പി. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ പെർഫോമൻസ് ഓക്കെയാണ്, ബട്ട് അപ്കമിംഗ് മാച്ചുകളിൽ ഈ പെർഫോമൻസിനോടൊപ്പം തന്നെ 3 പോയിന്റ്സ് യുണൈറ്റഡ് നേടാൻ സാധിക്കണം. ഐ തിങ്ക് ഒരു മിഡ്ഫീൽഡർ ഈ സില്ലി ഗോൾസ് കൺസീഡ് ചെയ്യുന്നത് ഒഴിവാക്കണം. അതും കൂടെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ യുണൈറ്റഡ് ഈ സീസൺ ഡെഫിനറ്റ്ലി ടോപ്പ് 5 റേസിലുള്ള ഒരു ടീം തന്നെയാണ്. അതെ, അപ്പൊ ഞാനൊന്ന് സിറ്റിയിലേക്ക് പോകാണ്. ബ്രോ, റെയിൻഡേഴ്സ് ഷോ ആണ് നമ്മൾ സിറ്റി കാണുന്നത്. പുള്ളി കുറെ കാലമായിട്ട് സിറ്റി കളിച്ചതുപോലെയാണ്. കളി തുടങ്ങി പുള്ളി അസിസ്റ്റ് കൊടുക്കുന്നു, പ്രീ അസിസ്റ്റ് കൊടുക്കുന്നു, ഗോൾ അടിക്കുന്നു. എനിക്ക് തോന്നുന്നു ഓൾറെഡി ചെർക്കിനെ സബ്ബായിട്ട് ഓടുന്നു, ചെർക്കി അടിക്കുന്നു. അവരുടെ ടീമിൽ ഓൾമോസ്റ്റ് കമ്പയർഡ് ടു ലാസ്റ്റ് സീസൺ ഒരുപാട് ചേഞ്ചസ് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഹാലണ്ട് 2 ഗോൾ അടിച്ചു. മിഡ്ഫീൽഡ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സോളിഡ് ആയിട്ട് വരുന്നു. ക്ലീൻ ഷീറ്റ് കിട്ടി. ബ്രോയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പോസിറ്റീവ് ആണോ? ബാക്ക് ടു ടൈറ്റിൽ റേസ് സിറ്റുവേഷൻ ആണോ ബ്രോ? ഞാൻ ഒരു കാര്യം ബാക്ക് ടു ടൈറ്റിൽ റേസ് പറയാം, പക്ഷെ അതിനേക്കാൾ ഒരു നെഗറ്റീവ്സും ഉണ്ട് ഈ മാച്ചില്. ബട്ട് ഫസ്റ്റ് മാച്ച് ഓഫ് ദ സീസൺ ആണ്. വൂൾസ് കമ്പാരിറ്റീവ്ലി കുറച്ച് വീക്കറായ, നല്ലപോലെ വീക്കറായ ഒരു ഫീൽ ഉണ്ട്. വൂൾസ് എവേ ആയിരുന്നു, ഈസി മാച്ച് അല്ല. ബട്ട് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഒരു ബെറ്റർ സൈഡ് ആയിരുന്നെങ്കിൽ ട്രാൻസിഷനെ സിറ്റിനെ ഹേർട്ട് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലും ആദ്യത്തെ മിനിറ്റുകൾ. ശരിക്കും പറയാനായിട്ടുള്ളത് 100% പോസിറ്റീവ് എന്നല്ല, ബട്ട് ഡിഫെൻസീവ്ലി കുറച്ച് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ പെപ്പ് ഓൾവേസ് ഡിഫൻസ് അല്ല പുള്ളിയുടെ സ്ട്രെങ്ത്, ഒഫൻസ് തന്നെയാണ് പുള്ളിയുടെ സ്ട്രെങ്ത്. അതിനെ മാച്ചിട്ട് പോസിറ്റീവ്സ് ആണ് കൂടുതലും വേണം എടുത്ത് പറയാം. പോസിറ്റീവ്സ് പറയാനായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് അവർ കളിക്കാൻ നോക്കി. 58% പൊസിഷനെ സിറ്റിക്കുള്ളത്, അതായത് 70-80% പൊസിഷൻ വെച്ചാൽ അവർ 58% പൊസിഷൻ വെച്ച് കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് അവർ കളിക്കാൻ പറ്റും. ആൻഡ് റൈൻഡേഴ്സ് വരുമ്പോൾ ഒരു ഗുണം എന്നാണ്, ഐ തിങ്ക് റോഡ്രി കമ്മിങ് ബാക്ക് വിൽ ബി എ ഗെയിം ചേഞ്ചർ. നിക്കോ ഗോൺസാലസ് അഡാപ്റ്റ് ചെയ്യുമായിരിക്കും. ഗെയിം വെന്റ് ഓൺ പുള്ളി അഡാപ്റ്റ് ചെയ്തു, ആദ്യമേ സ്ട്രഗിൾ ചെയ്യുന്നതായിരുന്നെങ്കിലും. നിക്കോ ഗോൺസാലസ് അഥവാ റോഡ്രി പിച്ചിലുണ്ടെങ്കിൽ റോഡ്രിനെ ഒപ്പോണന്റ്, ഞാൻ ഈ പറഞ്ഞ പാസ് ഡിമാൻഡ് ചെയ്ത ഒരു മിഡ്ഫീൽഡർ ആണ് റോഡ്രി ഡ്രോപ്പ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ അവർ ബ്ലോക്ക് ചെയ്താൽ റൈൻഡേഴ്സ് ഈസ് ഓൾവേസ് ആൻ ഓപ്ഷൻ. റൈൻഡേഴ്സ് ബോൾ ഡിമാൻഡ് ചെയ്യും. പുള്ളി സൂപ്പർ ആണ്, അന്യായ ഡ്രിബിളിംഗ് അബിലിറ്റി ഉള്ള ഒരു മിഡ്ഫീൽഡർ ആണ് പുള്ളി. ഹാളന്റെ ഫസ്റ്റ് ഗോളിന് റിക്കോ ലൂയിസിന് ആ ബോൾ കൊടുത്ത പാസ് നമ്മളുടെ ഡിബേറ്റ് ചെയ്യുന്നു. പുള്ളി അടിപൊളി ഒരു ബോൾ പ്രോഗ്രസർ ആണ്. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു സ്മെൽ ഓഫ് ബോൾ ഉണ്ട്, സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നല്ലപോലെ അറിയുകയും ചെയ്യും. സോ റൈൻഡേഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമാണ്, റൈൻഡേഴ്സ് അധികം ടൈം എടുക്കാതെ തന്നെ അഡാപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഷുവർ ആണ്. കാരണം അമ്മാതിരി ടാലന്റഡ് പ്ലെയർ ആണ് പുള്ളിയുടെ പ്രൈമിലുമാണ്. പുള്ളി വന്നിരിക്കുന്ന പെപ്പിന് പറ്റിയ ഒരു പ്രൊഫൈലാണ്. ആൻഡ് ഹാളൻ റൈൻഡേഴ്സ് റോഡ്രി തിരിച്ചു വരുമ്പോൾ അതൊരു സോളിഡ് കോർ ആവും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയുകയാണ്, ചർക്കി ഇറങ്ങിയ ശേഷം അടിപൊളിയായിരുന്നു. ബട്ട് റിക്കോ ലൂയിസ് റൈറ്റ് ബാക്ക് ആയിട്ടും ഓസ്കർ ബോബിനെ പുള്ളി ഫ്രണ്ടിൽ വരുന്നു. ഓസ്കർ ബോബ് റിയലി ഗുഡ്. ആ ഒരു കിടിലൻ ലാസ്റ്റ് സീസൺ ഒരു ബ്രേക്ക് ഔട്ട് ആവുമെന്ന് ഞാൻ പ്രതീക്ഷയുള്ള പ്ലെയറാണ്. ലാസ്റ്റ് സീസൺ ഇഞ്ചറി കാരണം പോയി, ഈ സീസൺ നോക്കാം. ആൻഡ് റിക്കോ ലൂയിസിനെ റൈറ്റ് ബാക്ക് ആയിട്ട് പുള്ളിക്ക് ആ ഒരു ഫ്രീ ത്രോയിങ് റോൾ കൊടുത്തിട്ടുണ്ട്. റൈൻഡേഴ്സും നിക്കോയും പിച്ചിലുള്ളതുകൊണ്ട് പുള്ളിക്ക് ഇൻവേർട്ട് ചെയ്ത് DMF റോളിൽ കളിക്കേണ്ട ആ ഒരു തലവേന റിക്കോ ലൂയിസിനൊന്നും ഇല്ലായിരുന്നു. അത് പുള്ളിയുടെ സ്ട്രെങ്തും ഇല്ല. ബട്ട് ആ ഒരു ഫ്രീ റോൾ എങ്ങോട്ട് മൂവ് ചെയ്ത് ആ ഫസ്റ്റ് ഗോളിൽ തന്നെ എന്താണ് റിക്കോ ലൂയിസ് ആണ് ഹാഫ് സ്പേസിൽ അറ്റാക്ക് ചെയ്യുന്നത്, ഓസ്കർ ബോബ് അല്ല റിക്കോ ലൂയിസ്. ആ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു മൂവ്മെന്റ് എങ്ങനെ പോകുമെന്ന് നോക്കാം. ഡിഫൻസീവ് ട്രാൻസിഷനിലുള്ള ഇഷ്യൂസ്, ഇപ്പൊ സ്റ്റോൺസ് തിരിച്ചു വന്ന് സ്റ്റോൺസിന് നല്ല പെർഫോമൻസ് ആണ്, അതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പോസിറ്റീവ്സ് ഉണ്ട്. മേ ബി ആ ട്രാൻസിഷനിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിഫെൻഡ് ചെയ്താൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. സിറ്റി ഡെഫിനറ്റ്ലി ടൈറ്റിൽ റേസിൽ കാണും. കാരണം പെപ്പ് ബാക്ക് ടു ബാക്ക് സീസൺ ഒരിക്കലും ഒരു ടൈറ്റിൽ അടിക്കാതെ പോയിട്ടില്ല, അതിന്റെ ഒരു കാരണമുണ്ടല്ലോ. സോ ഐ തിങ്ക് ദേ ആർ ഇൻ ദ ടൈറ്റിൽ റേസ്. ലെറ്റ്സ് സീ. റോഡ്രിഗോ ഡോണറൂമ വരുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു. സവീനോ പോകത്തില്ല എന്നും കേൾക്കുന്നുണ്ട്. ബട്ട് ഡോണറൂമ ഇസ് കമ്മിങ് എന്നുള്ള വാർത്തകൾ വരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രോ, റിച്ചാർഡ്സനെ പറ്റിയിട്ടാണ്. റിച്ചാർഡ്സൺ വേൾഡ് കപ്പ് സീസൺ വന്നതോടെ പുള്ളി ഫോമിലായിട്ടുണ്ട്. കുഡൂസും റിച്ചാർഡ്സൺ തമ്മിൽ നല്ലൊരു കണക്ടിവിറ്റി ഉണ്ട്. പുള്ളിയുടെ കിടിലൻ ഗോളായിരുന്നു. പുള്ളി വേൾഡ് കപ്പിൽ ഇതുവരെ ഗോൾ അടിച്ചിട്ടുണ്ട്. സീസൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വേറൊരു ലെവലിലേക്ക് പോകും. പുള്ളിക്കറിയാം അടുത്ത വർഷം വേൾഡ് കപ്പ് വരാൻ പോകുന്നുണ്ട്. ഈ സീസൺ തുടക്കത്തിൽ 2 ഗോള്. പിന്നെ ഞാൻ പുള്ളിയുടെ വർക്ക് റേറ്റിനെ ഒരിക്കലും കുറച്ചാണെന്നില്ല. എനിക്ക് പുള്ളി മോശം കളിച്ചാലും ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യാനും ഓടാനും
പിച്ചിൽ നിൽക്കാതെ ഓടുന്ന ഒരു പ്ലെയറാണ് റിച്ചാർഡ്സൺ. അതിൽ നമ്മൾ 100% പുള്ളിക്ക് എഫേർട്ടിന് നമ്മൾ പറയണം. എന്താണ് സ്പേഴ്സിന്റെ ഒരു പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത് ബ്രോ? സ്പേഴ്സിന്റെ സൂപ്പർ കപ്പ് ഭയങ്കര ഇംപ്രസീവ് അല്ല. ഞങ്ങള് സലീഷ് ബ്രോ മിക്കാറ് ഡാൻസ് കളിക്കാന്നൊക്കെ എല്ലാരും പറയരുത്. എന്നിട്ട് ലാസ്റ്റ് കൊളാക്കിയവര് കൊളാക്കിയപ്പോ കുറെ പേര് സലീഷ് ബ്രോനെ ഒന്ന് വിളിക്കാവോ ബ്രോ, ആളൊക്കെ ആണെന്നും ചോദിക്കാം. അപ്പൊ ഇവിടെയൊക്കെ വൺ ഡിസ്കഷൻ ആയിരുന്നു. എന്നോട് ബിരിയാണി ഒക്കെ റെഡിയാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞ് 2 മിനിറ്റ് നിന്നു. 10 മിനിറ്റേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഒരു തിരിച്ചടി വന്നത്. പക്ഷെ അത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഗോളാക്കി ബ്രോ. നമ്മുടെ സ്ക്വാഡിന് കുറച്ച് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞതോടെ നമ്മള് മാച്ച് കഴിഞ്ഞു പോയി. അത് സത്യമാണ് കാര്യം. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ടോപ്പ് 6 സൈഡുകൾ ഏറ്റവും ഇംപ്രസ് ചെയ്തത് ബേൺലി ആണ്. ഹോമിലായിരുന്നു, സമ്മതിച്ചു. പക്ഷെ എന്നാലും ഏറ്റവും ഇംപ്രസ് ചെയ്തത് സ്പേഴ്സിന്റെ പെർഫോമൻസ് ആണ്. സ്പേഴ്സ് ഇപ്പൊ തോമസ് ഫ്രാങ്കിന്റെ അണ്ടർ ഭയങ്കര ഫ്രീ ഫ്ലോയിങ്, പിന്നെ കാഴ്ചക്ക് കുളിർമയേകുന്ന സ്റ്റൈൽ ഓഫ് പ്ലേ ആണെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളി പ്രാഗ്മാറ്റിസം തന്നെ കൊണ്ടുവരും. ഡോമിനേറ്റ് ചെയ്യേണ്ടപ്പം ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യും. പുള്ളി പലീനൊക്കെ ആഡ് ചെയ്ത 1.5 അഡീഷനാണ്. പക്ഷെ കുദ്ദൂസ് മാൻ ലാസ്റ്റ് 2 മാച്ചസിൽ പുള്ളി ഇംപ്രസ് ചെയ്ത രീതി, ആ ലാസ്റ്റ് മാച്ചുകൾ പുള്ളി 10 ക്രോസ് അറ്റംപ്റ്റ് ചെയ്തതിൽ 5 സക്സസ്ഫുൾ ആണ്. ഒരു വിങ്ങറിന് അത് ടോപ്പാണ്. പിന്നെ ഈ 92% പാസിംഗ് ആക്യുറസി അപ് ഫ്രണ്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഒരു മാച്ചിലൊക്കെ നിസാര സ്റ്റാറ്റ്സ് അല്ല. കുദ്ദൂസ് ലുക്ക് സൂപ്പർ. റിച്ചാർഡ്സൺ സോലാങ്കിയെക്കാളും ഈ ടീമിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ കാണുന്നത്. കാരണം തോമസ് ഫ്രാങ്കിന്റെ അണ്ടർ യൂണിറ്റ് സമ്മൺ വർക്ക്സ്. സോലാങ്കി മോശമാണെന്നല്ല, ബട്ട് സോലാങ്കിക്ക് റിച്ചാർഡ്സന്റെ അത്ര പ്രസിംഗ് ഇന്റൻസിറ്റി കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് സീസൺ റഫീനെ ഒരു ക്ലിനിക്കൽ പ്ലെയർ ആയി ആൻഡ് ഫ്ലിക്ക് മാറ്റിയ പോലെ റിച്ചാർഡ്സനെ ക്ലിനിക്കൽ ആക്കാനായിട്ട് സാധിച്ചാൽ അന്യായ വർക്ക് ലോഡ് എടുക്കുന്ന ക്ലിനിക്കലായ ഒരു പ്ലെയർ, അതാണ് സ്പേഴ്സിന് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഈ സ്പേഴ്സ് ടീമിന്റെ കോർ അവിടെയുണ്ട്. ഞാനിപ്പോഴും പറയുന്ന റൊമേറോ, മിക്കി വാൻഡവൻ, സ്പെൻസ്, ഉഡോഗി, വിക്കാരിയോ, പെട്രോപോറോ, ഇവരിൽ സീസണിൽ ഒരു 30 മാച്ച് ഫിറ്റ് ആയിട്ട് 90 മിനിറ്റ്സ് ഇവരെല്ലാവർക്കും കൂടെ ഒരുമിച്ച് 30 മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയാണ് സ്പേഴ്സ് ഡെഫിനറ്റ്ലി ടീം ടു വാച്ച് തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ഇതിലാണെങ്കിലും അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ ഫേവറേറ്റ്സ് ആണെന്നൊന്നും അല്ല പറയുന്നത്, ബട്ട് നല്ലൊരു കോമ്പറ്റീഷൻ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. കാരണം തോമസ് ഫ്രാങ്കിന് പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം. അതുപോലെ സാറിനെ പുള്ളി യൂസ് ചെയ്യുന്ന രീതി പ്രീ സീസണിലും കഴിഞ്ഞ 2 മാച്ചിലും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ കുലിസസ്കി വരാനായിട്ടുണ്ട്. എസ്സേനെ നിങ്ങൾ ഓൾമോസ്റ്റ് ആഡ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. എസ്സെ ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ട് ആർസണൽ ആ ഡീൽ ഇതുവരെ ഡണ്ണാക്കിയില്ല എന്നാണ്. ഒട്ടിക്കാടിന് അവിടെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനാണ് ആർസണൽ കാണിക്കുന്ന ബിഗസ്റ്റ് മണ്ടത്തരമാണ് ഈ എസ്സേനെ വിട്ടുകൊടുത്തത്. എസ്സേനെ നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ എസ്സെ, കുദൂസ്, റിച്ചാർഡ്സൺ, കുലിസസ്കി വരുമ്പോൾ കുലിസസ്കി, ബ്രണൻ ജോൺസൺ, സൊലാങ്കി മേ ബി ഓഫ് ദ ബെഞ്ച് പ്ലെയർ ആയിരിക്കും. പക്ഷെ എന്നാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വർക്ക് ലോഡ് എടുക്കുന്ന എക്സ്ട്രാ അഗ്രസീവ് ആയിട്ടുള്ള നല്ല ഡ്രിബിളിംഗ് അബിലിറ്റി ഉള്ള ടൈറ്റ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലെയേഴ്സ് ആണ്, എസ്പെഷ്യലി കുദൂസും എസ്സെ. അത് ഒരു ഗെയിം ചേഞ്ചർ തന്നെ ആയിരിക്കും അണ്ടർ തോമസ് ഫ്രാങ്ക്. എനിക്ക് ഒരേ ഒരു പേടിയുള്ള നിങ്ങളുടെ ഡിഫൻസ് ഫിറ്റ് ആയിട്ട് നിൽക്കുമെന്ന് പറയും. ഡിഫൻസ് ഫിറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ വുസ്കോവിച്ചും പിന്നെ ഒരു ജാപ്പനീസ് പ്ലെയർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. സോ രണ്ടുപേരും എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയത്തില്ല. കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. എന്തായാലും സ്പേഴ്സിന് ഈ സീസൺ നല്ല ഹോപ്പ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും ടോപ്പ് 5 റേസിൽ ചാമ്പ്യൻസ് ലീഗിലും മിക്കവാറും ഒരു നല്ല ഫൈറ്റ് കൊടുക്കുന്നൊരു ഫീൽ. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ സിറ്റി ആയിട്ടാണ് ഈ വീക്കെൻഡിൽ കളി. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. നല്ലൊരു പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം ബ്രോ. താങ്ക് യു. ഓക്കെ ബ്രോ, ടേക്ക് കെയർ. താങ്ക് യു. ബൈ.